ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് കിച്ചൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ്. സിമ്പിളായിട്ടൊരു ഉപ്പുമാവ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റവയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വറുത്തെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് റവയാണ്. ഇതിപ്പോൾ 3/4 കപ്പേ ഉള്ളൂ ഇതിനകത്ത്, വലിയ കപ്പായതുകൊണ്ടാണ്. അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് റവ ഇതിലേക്ക് ഇടാം. ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതേ പാനിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ഇടാം. അതും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും കൂടി ചേർക്കാം. ഞാൻ 2 വറ്റൽമുളകും ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പുമാവിന് ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ് ഞാനൊരു 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് നമുക്ക് നെയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ട് എല്ലാം ചേർത്ത്, ക്യാരറ്റും സവോളയും ഇഞ്ചിയും പച്ചമുളകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് 1 കപ്പ് റവയ്ക്ക് ഡബിളാണ് 2 കപ്പ് വെള്ളം. അത്രയും ഇല്ലെങ്കിലും 1.25 കപ്പ് ഒഴിച്ചാലും മതിയാവും. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പും ചേർത്ത് പതിഞ്ചാം. അപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്തു, ഉപ്പും ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് റവയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് റവ ഇടുവാണ്. നന്നായിട്ട് നമ്മളിട്ടങ്ങ് ഇളക്കണം. ഇത് കട്ട പിടിച്ച് പോകാതെ നമ്മളൊന്ന് നന്നോണം ഒന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് പരുവായിട്ട് വരും. നമുക്കിതൊന്ന് അടച്ചു വെക്കാം അല്പം നേരം. നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയാണ്.